നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുമെന്ന് റിപ്പോർട്ട്. ഫെബ്രുവരി 4-ന് ബീഹാറിലെ ബേദിയിൽ നടക്കുന്ന റാലിയിൽ മോദിക്കൊപ്പം നിതീഷും പങ്കെടുക്കുമെന്നാണ് സൂചന. ഇതിൽ നിന്ന് പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് നിതീഷ് കുമാർ വിട്ടുപോകുമെന്ന സൂചന നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നിതീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി 4-ന് എല്ലാ JDU MLA-മാരും ബേദിയിൽ നടക്കുന്ന റാലിയിൽ മോദിക്കൊപ്പം പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. നിതീഷ് ശുപാർശ ചെയ്തതനുസരിച്ച് പാറ്റ്നയിൽ നിയമസഭ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ഇത് പ്രകാരം ഭരണകക്ഷിയായ മഹാസഖ്യത്തിൽ വിള്ളൽ വീഴുന്നെന്ന സൂചന ഉയർത്തി RJDയും JDUവും പാറ്റ്നയിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഇതിൽ നിന്നും നിതീഷും RJDയുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളാണ് മറനീക്കി പുറത്തുവരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ലാലു കുടുംബത്തെ പരോക്ഷമായി ലക്ഷ്യമിട്ട് നിതീഷ് നടത്തിയ വിമർശനങ്ങളും അസ്വസ്ഥതകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ മാസം 30-ന് ബീഹാറിലെത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയിൽ നിതീഷ് പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകളും ഇതേ തുടർന്ന് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നിതീഷ് കുമാർ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അലേർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതോടുകൂടിയാണ് ബീഹാറിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമായത്. നിതീഷിന് BJPയിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന ഇറക്കിയതോടെ അതിന് ആക്കം കൂടി. തൊട്ടു പിന്നാലെയാണ് ബുധനാഴ്ച JDU സംഘടിപ്പിച്ച കർപ്പൂരി ഠാക്കൂർ അനുസ്മരണ വേദിയിൽ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ നിതീഷ് രൂക്ഷ വിമർശനമുയർത്തിയത്. സ്വന്തം കുടുംബാംഗങ്ങളെ നേതാക്കളായി വാഴിക്കുന്ന സമീപകാല രീതിയിൽ ഒട്ടും താല്പര്യമില്ലെന്ന് ഠാക്കൂർ മാതൃകയിൽ പറഞ്ഞ നിതീഷ് ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും ഗാന്ധി കുടുംബത്തെയും ലക്ഷ്യമിട്ടുള്ള വിമർശനമാണ് ഉയർത്തിയതെന്നാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. 2022-ൽ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താൻ BJPയോട് ഇടഞ്ഞ് മുന്നിട്ടിറങ്ങിയ നിതീഷിന്റെ പുതിയ ചാഞ്ചാട്ടങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യകക്ഷികൾ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. RJDU JDU ബന്ധം ഉലയുന്നെന്ന സൂചന ദിവസങ്ങളായി സംസ്ഥാനത്ത് വ്യാപകമാകുന്നുണ്ട്. 2022-ൽ ഉണ്ടായ ധാരണ പ്രകാരം തേജസ്വിനി യാദവിനായി മുഖ്യമന്ത്രി പദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് ഒഴിഞ്ഞു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പദവി ഒഴിയാൻ നിതീഷ് തയ്യാറല്ലെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് ഫലം അനുകൂലമല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന പദവിയിലേക്ക് മാറാനും നിതീഷിന് നീക്കമുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ JDU RJD സഖ്യ പിന്തുണയില്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറുക പ്രയാസമാകുമെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് എങ്ങനെയും നിതീഷിനെ ഒപ്പം നിർത്താൻ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.